ഹനാൻഷാന്റെ ലൈവ് കണ്ടു നോക്കി, മനസ്സിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഹനാൻഷാന്റെ ലൈവല്ല വ്ളോഗ്. ആ ഒരു വീട്ടിലെ ഒരു പിതാവിനോട് എങ്ങനെ പെരുമാറണം, കുട്ടികളും മക്കളും എങ്ങനെ ആവണം, ഏട്ടനും അനിയനും എങ്ങനെ നിൽക്കണം, ഏട്ടനും അനിയനും തമ്മിൽ പിരിയണ കാലമാണിത്. ആ കാലത്ത് എങ്ങനെ ഒരു ഏട്ടനും അനിയനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതും കുടുംബക്കാരെ അതിർത്തിക്ക് വേണ്ടിയിട്ട് കച്ചറ കൂടുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഹനാൻഷാനെ പോലുള്ള വ്ളോഗ് കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ഇക്കൂടെ കുട്ടികളെ ചിന്തിച്ച് അത് ഇൻഫ്ലുവൻസ് ആയിട്ട് നല്ല രീതിയിൽ വരണം. അതാണ് ലൈഫ്. അതാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നീ അനാൻഷനെയും തൊപ്പിനും പാടി ഒരുമിച്ചിട്ട് കൂട്ടിക്കുഴക്കല്ലേ. അനാൻഷ വേറെ, തൊപ്പി വേറെ. ഓക്കെ? അനാൻഷ എന്ന് പറഞ്ഞാൽ ഓൻ്റെ പാട്ട്, ഓൻ്റെ ഫാമിലി വ്ളോഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അതേമാതിരിയുള്ള സ്ട്രീമിങ്, മനസ്സിലായോ? അതിന് തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? മെൻ്റൽ സർട്ടിഫിക്കറ്റ് ആയിട്ടും ഇറങ്ങിക്കല്ലേ നിക്ക് പ്രാന്താണ് എന്നും പറഞ്ഞിട്ട്. അനാൻഷനെ കൈ പിടിച്ചിട്ട് അനാൻഷൻ്റെ ഫോളോവേഴ്സിനെ എൻ്റെ അടുത്തേക്ക് വലിക്കാൻ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ നിർത്തിക്കാളാ. എത്ര ഈ പട്ടി ഷോ കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഏൽക്കാൻ പോണില്ല. സീരിയസ് ആയിട്ട് പറയാം. ഇതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നൗഷാദ് വാഗേൻ്റെ വയലും കേട്ടിട്ട് വന്നിട്ട് അനാൻഷനോട് പറയുമല്ലോ ഇതൊക്കെ തെറ്റാണ്, ഇജ് പാട്ടൊന്നും പാടരുത്, ഇജ് വയലും പറയണം, ഇജ് പള്ളിയിൽ പോയിട്ട് ഇരിക്കണം എന്ന് പറയുമല്ലോ. അതേമാതിരി ഉണ്ട് എൻ്റെ വർത്തമാനം കേട്ട. ആ ബോധവുമില്ല, അന്തുമില്ല. സ്ട്രീമിങ് എന്താ, വ്ളോഗിങ് എന്താ, പാട്ട് ഏതാ, കുന്ത ഏതാന്നും അറിയില്ല. തലച്ചോറ് കാരണം സാധനം വേണ്ട. അല്ലെങ്കിൽ